ഹലോ ഗൈസ്, നമ്മളാണെങ്കിൽ ഗൈസ് ഇന്നൊരു കാറ് വാങ്ങാൻ പോവുകയാണ് ഗൈസ്. എന്തിനാന്ന് വെച്ചാൽ ഗൈസ്, ഇവിടെ ഒരു കാർ റേസിങ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വേറൊരു കാറൊക്കെ കിട്ടുന്നതാണ് ഗൈസ്. അപ്പോൾ അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കാറൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ നമുക്കൊരു സൂപ്പർ കാർ വേണം. റേസിങ്ങിന് നമുക്ക് സാധാ കാർ കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഗൈസ് നമ്മൾ അതിനായിട്ടൊരു ഷോറൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ സ്പോർട്സ് കാർ മാത്രമേ ഉള്ളൂ. ഭയങ്കര വില കൂടിയ വാഹനങ്ങളാണ് ഗൈസ് കിടക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ കയ്യിൽ ഇതൊന്നും വാങ്ങാനുള്ള പൈസ ഇല്ല ഗൈസ്. നമുക്ക് എന്നാലും നോക്കാം, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പറ്റിയത് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. താറ് കിടക്കുന്നു ഗൈസ്. എന്താണ്ട് അപ്പുറത്ത് ഒരു റോൾസ് റോയ്സ് കിടക്കുന്നു ഗൈസ്. എത്ര വിലയുടെ വണ്ടിയാണ് ഗൈസ്. നമുക്കിതൊന്നും വാങ്ങാനുള്ള ഇതില്ല ഗൈസ്. എന്താണ്ട് ബുഗാട്ടി കിടക്കുന്നു ഗൈസ്. അപ്പുറത്തൊരു ഫെരാരിയും കൂടി ഉണ്ട് ഗൈസ്. നോക്കൂ ഗൈസ്, നമുക്ക് ഇവിടെ ഇനിയും വണ്ടികളുണ്ടെന്നാണ് ഗൈസ് പറയുന്നത്. അപ്പോൾ നമുക്ക് അപ്പുറത്തൊക്കെ ഒന്ന് പോയി നോക്കാം ഗൈസ്. നോക്കൂ ഗൈസ്, ഇവിടെയും എന്താണ്ട് GTR കിടക്കുന്നു, സൂപ്പർ കിടക്കുന്നു, മസ്റ്റാങ്, പിന്നെ വേറെ ഏതൊരു കാര്യം കൂടി ഉണ്ട് ഗൈസ്. അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഗൈസ് ഇനി ഇതിന് മേലെയും വേറെ വണ്ടി ഉണ്ടെന്നാണ് ഗൈസ് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ പോയി നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ സ്റ്റെപ്പുകൾ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നോക്കൂ അവിടെ ഒരു കാറുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് അതൊരു പൊടിയൊക്കെ പിടിച്ച പോലെയാണ് ഗൈസ് കിടക്കുന്നത്. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ചിലപ്പോൾ ഇതൊരു വിലക്കുറവിനൊക്കെ കിട്ടുമായിരിക്കും. അധികം ഉപയോഗിക്കാത്തൊക്കെ ഒരു വണ്ടിയാന്ന് തോന്നുന്നുണ്ട്. ആരും വാങ്ങാണ്ടൊക്കെ കിടക്കുന്നതെന്ന് തോന്നുന്നു. നമുക്കിത് വാങ്ങാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടാവും ഗൈസ്. ഇതിന് വലിയ വിലയൊന്നും ഇല്ല എന്നാണ് ഇവർ പറയുന്നത് ഗൈസ്. നമുക്കിതൊന്ന് നോക്കാം ഗൈസ്. നോക്കൂ, വിഷയം കാറാണ് കേട്ടോ ഗൈസ്. നമുക്കിത് തന്നെ ധാരാളമാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിത് വാങ്ങാം കേട്ടോ ഗൈസ്. നമുക്ക് ഇതിനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ട് ഗൈസ്. നമുക്കിത് കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് അതിൻ്റെ പൈസയൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ ഡീലിംഗ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. നമുക്കിനി ആ കാറുമായി പോവാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിന് ഒടുക്കത്തെ പാറാണ് ഗൈസ്. നോക്കൂ ഗൈസ്, നല്ല സ്പീഡുണ്ട് ഗൈസ്. നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഇത് ഫുള്ള് പൊടിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഇതൊന്ന് കഴുകി കുട്ടപ്പനാക്കി എടുക്കണം കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കഴുകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇപ്പോൾ ഒരു ബക്കറ്റ് വെള്ളമൊക്കെ ആയി വന്നിങ്ങനെ ഇരിക്കണതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ കഴുകി തുടങ്ങുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. കാർ വെട്ടിത്തിളങ്ങുകയാണ് കേട്ടോ. നോക്കൂ ഗൈസ്, എന്ത് രസമാണ് നമ്മുടെ കാറ് കാണാൻ. വിഷയം കേട്ടോ ഗൈസ്. ഇനി ഇതിലൊന്നും ചെയ്യാനില്ല ഗൈസ്, അത്രയും വിഷയം കാറാണ് ഗൈസ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തന്നെയാണ് ഗൈസ് കിട്ടിയത്. നമ്മുടെ പൈസയിൽ ഒതുങ്ങുന്നതായിരുന്നു ഗൈസ് ഇത്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഒരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് കാർ റേസിങ്ങിന് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നൈട്രജൻ വേണം ഗൈസ്. ഇതിൻ്റെ ഗ്യാസ് നമുക്ക് ഫിറ്റ് ചെയ്യണം ഗൈസ്. നൈട്രജൻ്റെ ഗ്യാസാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ സിലിണ്ടർ ഫിറ്റ് ചെയ്താലേ നമുക്ക് വണ്ടിയുടെ പവറൊക്കെ ഒന്ന് കൂടത്തുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ആ ഗ്യാസ് വേണം ഗൈസ്. അപ്പോൾ നമുക്കിവിടെ ഒരു സ്ഥലത്ത് നമുക്ക് ഉള്ള ബൈക്കൊക്കെ വെച്ചിട്ട് റേസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിന് മേലെ കൂടെ ഉള്ള ഇത് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാസ് ഇരിപ്പുണ്ട് ഗൈസ്. നമ്മൾ ഇതിൽ വിജയിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്യാസ് ഇതിനുള്ളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ് ഗൈസ്. അപ്പം നമുക്കിനി നമ്മുടെ ബൈക്ക് കൊണ്ട് ഈ റേസ് ജയിക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് ജയിച്ചാൽ മതിയെന്ന് ഗൈസ്, എന്നാലും നമുക്കത് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ അതെടുത്തിട്ട് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് റേസിന് പോകാവുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറച്ച് ടാസ്ക്കാണ് ഗൈസ് ഇത്, കുറച്ച് ടൈം എടുക്കും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ താഴെ പോയി ഗൈസ്. ഇനി നമ്മൾ ഒന്നും കൂടെ തുടങ്ങണം. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെയും കയറി വന്നിട്ടുണ്ട് ഗൈസ്. ഇതിന് സമയമാണ് ഗൈസ്, നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണം ഗൈസ്. അപ്പോൾ നമുക്കിത് വേഗം തീർക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ആ ടാസ്ക് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഗ്യാസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ കാറിൽ ഫിറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്കിത് എടുത്ത് കൊണ്ടുപോകാം ഗൈസ്. അപ്പോൾ നമ്മളത് എടുത്ത് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. നമുക്കത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്തിട്ട് വേണം ഗൈസ് റേസിന് പോകാൻ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് താണ്ടിയിരിക്കുന്നു ഗൈസ്. നമ്മളത് എടുത്ത് ഫിറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ തന്നെ റേസിനായിട്ട് പോവുകയാണ് കേട്ടോ ഗൈസ്.
ഫിറ്റ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മൾ പോകും ഗൈസ്. ഗൈസ് നമുക്ക് അതിനുള്ള പരിപാടി വേണം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ തന്നെ ആ റേസ് ചെയ്യേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മളിനി ഈ കുന്നും മലയൊക്കെ വലിഞ്ഞ് കയറണം ഗൈസ്. ഇവർക്ക് എപ്പോൾ നോക്കിയാലും ഇത് തന്നെ കേട്ടോ, ഈ കുന്നും മലയും മാത്രമേ ഉള്ളേ, സാധാ വല്ല റോഡും വല്ല തന്നോളൂ. ഇത് എപ്പോൾ എത്താനാണ് ഇനി കയറിയിട്ട് ഗൈസ്? ഇത് ഈ കണക്കിനാണ്ടേ താഴെ കിടക്കണം. ഇത് എപ്പോഴും അങ്ങനെ തന്നെ. ഇനി നമ്മൾ ആദ്യം മുതൽ പിന്നെയും തുടങ്ങണം ഗൈസ്. എന്തൊരു കഷ്ടമാണ് ഗൈസ് ഇത്. ഗൈസ് നമ്മുടെ വണ്ടി അല്ലേ തന്നെ നല്ല പഴക്കമുള്ളതാണ് ഗൈസ്. ഇപ്പം തന്നെ തവിട് പൊടിയാക്കി കഴിഞ്ഞാൽ എങ്ങനെ? ഇനി റേസിന് ജയിക്കും വേണം ഗൈസ്. ഇത് ഇന്നൊന്നും എത്തും തോന്നില്ല ഗൈസ്. അയ്യോ ഗൈസ്, ഇത് വല്ലാത്തൊരു മൂഞ്ചലാണ് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ ഒടുവിൽ എത്തി കേട്ടോ. എങ്ങനെയൊക്കെ വലിഞ്ഞു കയറി എത്തി കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേ കേട്ടോ എത്തിയത്. ഇപ്പോൾ തുടങ്ങാനായി നിൽക്കുകയായിരുന്നു ഗൈസ്. വന്നത് ഏതായാലും നന്നാ ഗൈസ്, അല്ലെങ്കിൽ മൂഞ്ചി പോയാനോ ഗൈസ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ എത്തി അങ്ങനെ. അപ്പോൾ ഗൈസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഗൈസ്. ഗൈസ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഗൈസ് എന്താ ഗൈസ് ഇത്? എന്താ ഗൈസ് വണ്ടി പോകുന്നില്ല ഗൈസ്? എന്താ നമ്മളെ പറ്റിച്ചതാ ഗൈസ്, മൂഞ്ചി ഗൈസ്. ചടപ്പ്, എന്ത് തേങ്ങ വണ്ടി സ്റ്റാർട്ടാവണമില്ല. എന്തൊരു ഇത്, ഇത്ര നേരം ഈ കുന്ന് കയറിയപ്പോഴൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ മറ്റവരൊക്കെ പോലും കഴിഞ്ഞു ഗൈസ്. നമ്മളിത് മൂഞ്ചിയെന്നാണ് കേട്ടോ തോന്നുന്നത് ഗൈസ്. അങ്ങനെ നമ്മളത് മൂഞ്ചിപ്പോയി ഗൈസ്. അവിടെ നിന്ന് പണ്ടാറങ്ങാനായിട്ട് വണ്ടി സ്റ്റാർട്ടാവണമില്ല. അല്ലാത്ത കഷ്ടമാണ് കേട്ടോ ഗൈസ്. നമ്മളിനി ഇതൊരു നല്ലൊരു എൻജിൻ പണിക്കാരനെ കാണിക്കണം ഗൈസ്. എൻജിന് നല്ലൊരു കംപ്ലൈൻ്റ് ഉണ്ട് ഗൈസ്. നമുക്കിന്ന് തൽക്കാലം ഒരു പറമ്പിൽ കൊണ്ട് നിർത്തിയിടാം ഗൈസ്. നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല ഗൈസ്. നമ്മളങ്ങനെ ഈ ഒരു പറമ്പിൽ കൊണ്ട് നിർത്തിയിട്ടാണ് ഗൈസ്. ഇവിടെയാണെങ്കിൽ മൊത്തം ചലന്തിയും ഇതൊക്കെയാണ് ഗൈസ്. എന്തുവാ ഇതൊക്കെ ഗൈസ്? അങ്ങനെ ഇവിടെ കിടക്കട്ടെ, നമുക്ക് നാളെ നേരം വെളുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഗൈസ്. ഗൈസ് നമ്മുടെ വണ്ടി ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിപ്പുണ്ട് കേട്ടോ ഗൈസ്. നമുക്കിനി ബൈക്ക് കേട്ടോ ഗൈസ്. നമ്മൾ ബൈക്കിലാണ് ഇവിടെ വന്നിരുന്നത്. അപ്പോൾ നമുക്ക് ബൈക്ക് എടുത്ത് വീട്ടിൽ പോകാം ഗൈസ്. നല്ല മഴയാണ് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് കിടന്നുറങ്ങാം ഗൈസ്. ഓ ഗൈസ് നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഗൈസ് സമയം ഒരുപാടായി. നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പുകാരനെ ഇന്ന് പോയി വിളിക്കണം ഗൈസ്. നമ്മുടെ വണ്ടിയാണെങ്കിൽ ഒരു പറമ്പിൽ കൊണ്ടിട്ടേക്കാണ് ഗൈസ്. എന്തായോ എന്താ, അവിടെയാണ് ഇന്നലെ കുറേ ചലന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇനി അതിൻ്റെ മേലെ കയറി വലിയ ഇരിപ്പുണ്ടാവുന്നാവോ. ആകെ പണിയായിട്ടുണ്ടാവും തോന്നുന്നു ഗൈസ്. നമുക്ക് ഏതായാലും പോയി നോക്കാം ഗൈസ്. നമ്മുടെ ഹയാബൂസ എടുത്ത് പറക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ആ പറമ്പിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വണ്ടി ഇവിടെ എവിടെയോ നിർത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്, പക്ഷെ ഇപ്പോൾ കാണാനില്ല ഗൈസ്. ഗൈസ് എവിടെ പോയി ഗൈസ്? അയ്യോ ഗൈസ് നമ്മളിവിടെ എവിടെയായിരുന്നു കേട്ടോ ഗൈസ് നിർത്തിയിരുന്നത്. ഇപ്പോൾ അത് കാണാനില്ല ഗൈസ്. ഗൈസ് നോക്കൂ ഗൈസ്, നമ്മുടെ വണ്ടി എവിടെ പോയി ഗൈസ്? ഇതെന്തൊരു ചതിയാണ് ഗൈസ്. നമ്മുടെ വണ്ടിയും കാണാനില്ല ഗൈസ്. നമ്മൾ അയ്യോ ഗൈസ് ഇതെന്താ ഗൈസ്? നോക്ക് ഗൈസ് നമ്മുടെ വണ്ടിയില്ല ഗൈസ്. ഇത് ഗൈസ് ഇതൊരു മോൺസ്റ്റർ ആയിരിക്കണം ഗൈസ്. നമ്മളാണെങ്കിൽ ഇന്നലെ ഇവിടെ നിർത്തിയ സമയത്ത് ഒരു ചലന്തി ഉണ്ടായിരുന്നു ഗൈസ്. ഗൈസ് ഇതെന്താണ് ഗൈസ്? നോക്ക് ഗൈസ്, അത് നമ്മളെ തിന്നാനായിട്ട് വരികയാണ് ഗൈസ്. അയ്യോ ഗൈസ് നമ്മൾ വീണ് കേട്ടോ ഗൈസ്. നമ്മുടെ കാര്യം പോക്കാണ് ഗൈസ്. ഇത് നമ്മളെ തിന്നാനുള്ള ചാൻസ് കൂടുതലാണ് ഗൈസ്. നമ്മുടെ പിന്നാലെ തന്നെ വരുന്നുണ്ടായിരുന്നു ഗൈസ്. അയ്യോ ഗൈസ് നോക്കൂ നമ്മുടെ ബേക്കിലെത്തി ഗൈസ്. ഗൈസ് ഇത് നമ്മളെ തിന്നും ഗൈസ്. ഗൈസ്